നിങ്ങളൊരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ സുഹൃത്തും 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. നിങ്ങളുടെ നിക്ഷേപത്തിന് നിങ്ങൾക്ക് 50 രൂപ റിട്ടേൺസ് ലഭിച്ചു. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ഇപ്പോൾ എത്രയായി? 1050 രൂപ അല്ലേ? അതേപോലെ നിങ്ങളുടെ സുഹൃത്തിനും 50 രൂപ റിട്ടേൺസ് ലഭിച്ചു. സുഹൃത്തിൻ്റെ കയ്യിലും 1050 രൂപയുണ്ട്. രണ്ടുപേർക്കും ലാഭം ഒന്ന് തന്നെ, സംശയമില്ലല്ലോ? ഇല്ല. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. എത്ര രൂപ റിട്ടേൺസ് കിട്ടുന്നു എന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എത്ര റിസ്ക് എടുത്തിട്ടാണ് ആ റിട്ടേൺസ് കിട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ 1000 രൂപ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടാണ് ഈ 50 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാര്യമായിട്ട് റിസ്ക് ഒന്നുമില്ല, ഒരു വലിയ റിസ്ക് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് 50 രൂപ കിട്ടി. പക്ഷേ നിങ്ങളുടെ സുഹൃത്ത് ഈ 1000 രൂപ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് 50 രൂപ റിട്ടേൺസ് ഉണ്ടാക്കിയതെങ്കിൽ ആരാണ് കൂടുതൽ റിസ്ക് എടുത്തത്? നിങ്ങളുടെ സുഹൃത്താണ്. നിങ്ങൾക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനെ വളരെ അൺസ്റ്റേബിൾ ആയിട്ട് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ കഴിഞ്ഞാണ് ഈ ഒരു റിട്ടേൺസ് കിട്ടിയിട്ടുള്ളത്. ഇവിടെയാണ് ഇൻഫോർമേഷൻ റേഷ്യോൻ്റെ പ്രസക്തി. ഒരു ഫണ്ട് എത്രമാത്രം റിട്ടേൺസ് നൽകി എന്ന് മാത്രമല്ല, എത്ര കാര്യക്ഷമതയോടെ ഒരു റിസ്ക് എടുത്താണ് ആ റിട്ടേൺസ് നൽകിയത് എന്നതാണ് ഇൻഫോർമേഷൻ റേഷ്യോയിലൂടെ ഒരു ഇൻവെസ്റ്ററിന് അറിയാൻ സാധിക്കുക. ഇതെങ്ങനെ കൃത്യമായിട്ട് നോക്കണം, മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡാറ്റ എടുത്ത് എങ്ങനെ നോക്കണം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞുതരും. വീഡിയോ മുഴുവനായിട്ട് കാണുക.